ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ. നമ്മൾ കളിക്കാൻ നമ്മുടെ ബാക്ക് റോയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പ്ലെയിനിൽ വെച്ച് കാണാം ഗൈസ്. ഫ്രീ ഫയർ ഇന്ത്യ നമ്മളിവിടെ പത്ത് ഷോയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കുറേ ന്യൂബന്മാരാണ് ഗൈസ് എല്ലാവരും. പക്ഷെ നല്ല പ്രോയൊന്നുമില്ല. എല്ലാത്തിനും തലമണ്ടടിച്ച് പൊളിക്കുന്നുണ്ട്. എട്ടുകാലി പോയി വെച്ചാൽ മൂന്നെണ്ണം ഒരേ കളറുണ്ട്. പക്ഷെ പത്ത് ശാസ്ത്ര ഈ ഷോയില്ല നമുക്ക് പോയാൽ Battle Royale. Battle in style. പുതിയതായിട്ട് നേരത്തെ എന്താണ് വെച്ചിട്ട വാഴക്കൊല പോലെ എല്ലാം കൂടി വീഴുന്നത് കൊള്ളാലോ. കുറച്ചങ്ങോട്ട് പോകണ്ട. ഇത് നല്ല സ്ഥലം ഇത് ഉണ്ടാക്കി പറഞ്ഞ പോലെ പറയാൻ പറ്റുന്ന കാര്യം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. മറ്റൊന്ന് ഷെയർ ചെയ്ത് നിൽക്കണം. ഇവിടെ 2-3 അക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊരു പോകാൻ പറഞ്ഞ തോക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ചെയ്യാനും ഗായ്സ് ഒരു തോക്ക് കിട്ടി. പേരും മറന്നു. എനിക്ക് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ ഒന്നും പേരറിയാൻ പാടില്ല. ഒരു എനിമി കണ്ടി കൊന്നു. ചെക്ക് നമ്മൾ പടമാക്കാൻ പോകുന്നു ഗായ്സ്. ഇവിടെ ഇല്ലല്ലോ. വേണ്ട ഹെഡ് ഹെഡ് ഷോട്ടാണ് കയറിക്കുന്നത് ഗായ്സ്. നമ്മൾ പ്രോയാന്നറിയാമല്ലോ. അത്യാവശ്യം നല്ല കണ്ണു അടുത്ത കില്ലിട്ട് ഇവിടെ ഒരുത്തരം കൂടി ഉണ്ടല്ലോ. അവിടെ ഞാൻ കണ്ടായിരുന്നാണ്. പൊക്കത്തൊരുത്തനില്ല. താഴേക്കുള്ള വഴിയൊക്കെ ഇങ്ങോട്ടൊക്കെ വെച്ചേക്കാം. ഏതോരുത്തനവിടെ ഉണ്ട്. അവനെ കാണുന്നില്ലല്ലോ. അങ്ങോട്ട് പോകണ്ട. അത്ര ഫ്രീ അല്ല. ഏറ്റെടുത്തേക്കാം. ഹൈ ബാഗ് തീർന്നു ഗൈസ്. ഓട്ടോ റിവൈവ് ഉണ്ട് ഗൈസ്. ഒരു ന്യൂബനാണ് ഗൈസ്. നമുക്കിന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ നമ്മൾ അടിച്ചൊടുക്കാൻ ഒതുക്കിയിരിക്കുന്നു ഗൈസ്. ഇനി ഇറങ്ങുവാണ്. എല്ലാത്തിനും നമ്മൾ അടിക്കുന്ന ബോയി അടിക്കും ഗൈസ്. ബോയി അടിച്ചില്ലെങ്കിൽ ഈ ചാനലിൻ്റെ പേര് മാറ്റി അങ്ങോട്ട് ഗൈസ്. ഒരു പൊട്ടനെ കണ്ടില്ല ഗൈസ്. ഞാൻ ഒളിച്ചിങ്ങോട്ട് എനിക്ക് മുങ്ങിയതാ. കണ്ടിരുന്ന എന്നെ എപ്പോഴും ഞാൻ അടിച്ചൊതുക്കിയാണ്. എൻ്റെ ബൂട്ട് AK-47 നമുക്ക് ഞാൻ മനസ്സിന് അടിച്ചൊതുക്കിയിട്ടും വരാം. ഈ തുറന്ന് അറിയാൻ പോലെ കുറേ ന്യൂമാരെ വന്നേക്കണം. പക്ഷെ എല്ലാത്തിനും കളിക്കാനൊക്കെ അറിയാം. കോപ്പി അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. യുവന്മാരെന്താണ് ഇങ്ങനെ കയറിച്ചെന്നടിക്കാം. എൻ്റെ പേര് എസ്കേഷൻ അല്ല അങ്ങനെയുണ്ട്. അല്ല ഇവനിതെങ്ങോട്ട് പോയി? അവനെ കാണാനില്ല ഗൈസ്. ആ ദാണ്ടവൻ നടന്നു. നമുക്ക് അടി കിട്ടി ഗൈസ്.
അവൻ്റെ അത് തീരുമാനം കുളുകായ നമ്മുടെ കുളുവായ അവനിത് എവിടെ പോയി? ചെക്കൻ സ്കൈലറിൻ്റെ ഭാഗമാണ്. Triple takedown. നമ്മുടെ അത്ര ഒന്നും പ്രോയൊന്നുമല്ലല്ലോ. കുറേ സാധനം ഉണ്ടല്ലോ. നമ്മളിന്ന് കളി ജയിച്ചു. Quadra takedown. ഇപ്പുറത്തൊക്കെ വേറെ എടുക്കാൻ നിൽക്കും. അവനെ മുടിച്ചിട്ട് Penta അവനും തട്ടിപ്പോയി. takedown. ഇവിടെ ഏതൊരുത്തനുണ്ടല്ലോ. അതാണ്ട് നിൽക്കണം. അവനെ Unstoppable. ജയിച്ചിട്ടുണ്ട് നൈസായിട്ട്. നമ്മൾ 6 കില്ലാണ് കൈസ് എടുത്തേക്കുന്നത്. നമ്മൾ പ്രോയാണ് കൈസ്. പ്രോ ഇതൂട്ട് കുറേ ഉണ്ടല്ലോ. നമുക്ക് ആ വലിയ അരിവാളൊക്കെ ഉണ്ടല്ലോ കൈസ്. ഇതിനകത്ത് തല അടിച്ച് വെട്ടണമെങ്കിൽ വെച്ചു. ഇവിടെ ഒന്നും ഇല്ലല്ലോ. 60 മുണ്ടാസ് ഹൈക്കുവാൻ കൈസ്. അവിടെ ഒരുത്തനുണ്ട് കൈസ്. ഇതൊന്നും കണ്ടിട്ടില്ല എന്തുവാണ് എന്നെ. ഞാൻ കുറേ നേരം എൻ്റെയൊക്കെ പുറകെ നടക്കാൻ വേണ്ടി ഒരു പൊട്ടാന്മാരും കാണിയല്ല. Rampage. നമ്മൾ സീനുള്ള കൈസ്. നമ്മുടെ തോക്ക് പോയി കൈസ്. ചെയ്യാത്തൊരു ഉണക്കത്തോക്കൊന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ എവിടെ പോയാൽ തോക്ക്? അതാണ്ട് കിടക്കണം. അല്ലാതെ എന്ത് എടുക്കാൻ പറ്റത്തെ? കൈസ് കണ്ടു കൈസ്. കിട്ടി. നമ്മളെ കുറച്ച് പോയാണ്ട് ഇതൊക്കെ വെച്ച് കളിക്കാറുണ്ട്. ബാഗൊക്കെ നാളെ കേട്ടോ. പോയി ബാഗ് കിട്ടി കൈസ്. ഒരുത്തനോടെ ഉണ്ട് കൈസ്. അതാ മോൺസ്റ്റർ ട്രക്കിൻ്റെ അവിടെ ഒരുത്ത് നിൽപ്പുണ്ട്. കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ കുറച്ച് മുമ്പ് അടി അടിച്ചായിരുന്നു. എന്താ മുങ്ങിക്കളഞ്ഞു. ഇത് കണ്ട കൈസ്. അങ്ങോട്ട് കൊണ്ടോണ്ട് ഒരുത്തൻ. അവനവിടെ നിന്ന് ലൂട്ട് വർക്ക് കൈസ്. Takedown spree. നല്ല കണ്ണായിരുന്നു വെച്ചത്. എന്താണ് കളിക്കാറില്ല. കൊള്ളാമല്ലോ. ഇതൊക്കെ കുറേ ഉണ്ട്. കൈസ് ഒരു ചെക്കമ്പോൾ കൈസ് നമുക്ക് അവൻ അടിച്ചു. അവന്മാരില്ലാത്ത നല്ല തോക്കൊക്കെ ഇരിക്കണം. എന്നിട്ട് Takedown spree. അഞ്ചുള്ളി കയറാൻ പറ്റിയില്ല കൈസ്. എൻ്റെ അടി കയറിയിരിക്കാൻ പിന്നെ നോക്കിയത് കൈസ്. ഇവിടെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. അവൻ്റെ അടിയും കണ്ടായിരുന്നു. മറ്റവൻ്റെ പുറകെ നടക്കണ്ടായിരുന്നു. ആദ്യം വന്ന് വൺ ടാപ്പ് കയറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ 10 കില്ല് എടുത്ത് കൈസ്. അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് പേരും കൂടി ഉള്ളൂ. ഇനി 4 പേരുണ്ട് കൈസ്. പക്ഷേ 4 അല്ല 7 പേര്. നമ്മളിനി എല്ലാത്തിനും തീർത്തിരിക്കും കൈസ്. ഇതൊരുത്തനെയും കാണാത്തത്. നമ്മൾ ഒരു വീടിൻ്റെ മണ്ടക്കാട്ട് കയറാൻ പോകുന്നു കൈസ്. ഇനി ലൂട്ടുണ്ടാവും നോക്കാം. നമ്മളതിനൊന്നും ലൂട്ടാണ് കൈസ്. ലൂട്ട് എടുത്തെടുത്ത് മരിക്കും. കോയിൻസ് വെച്ചാൽ വെച്ചാൽ പ്രയോജനമുണ്ട് ഈ കോയിൻ തിരിച്ചു. ടീമിട്ട് കളിക്കുമ്പോൾ അവന്മാരെ പ്രയോജനം ചെയ്ത് വെച്ചു. ഇത് ഒരു കിളി പോയി നിൽക്കണ ചെക്കൻ്റെ കിളി പോയി കിടക്ക്. നമ്മളിത് കറക്റ്റ് ഹെഡ് നോക്കി അടിച്ചിട്ടുണ്ട് ഗൈസ്. കൂടെ ഒളിച്ചിരിക്കാം. നമ്മുടെ എൻ്റെ പേരെന്തായിരുന്നു? മൈന. അത് സാധനം വെച്ച് കൊടുക്കാം അതിനൊക്കെ. ആദ്യം ആരും ഉണ്ടാകാൻ നോക്കട്ടെ. എന്നൊരു അടിയൊക്കെ പൊടിക്കാനേ അമ്മനി നല്ലത്. അപ്പം നമുക്ക് ഇവിടെ വെച്ച് പൊടിക്കാലോ. ഇവിടെ ഒരുത്തനും ഇല്ല.
നമുക്കിനി ബോംബ് വെച്ച് കൊടുക്കാം. എന്ത് കുറഞ്ഞോണ്ടിരിക്കണം ആൾക്കാർ എണ്ണം. 4 പേരും കൂടിയുണ്ട്. ഇതങ്ങാട്ട് വെച്ച് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ വീണാൽ നമ്മളും ചത്തി പോകും കേട്ടോ. അത് വേറൊരു കാര്യം. നമ്മൾ ലൂട്ട് പോസ്റ്റ് ആകും ഗൈസ് ചത്തു പോയി കഴിഞ്ഞാൽ. ഗൈസ് ഒരുത്തന്നാണ്ട് ആ വണ്ടിയുടെ ഉണ്ട് ഗൈസ്. പക്ഷെ അവന് അടിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ഓരോരുത്തൻ ബൈക്കും കൊണ്ട് ഇരിപ്പുണ്ട് ഗൈസ്. അവനെ നമ്മൾ അടിച്ചിരിക്കും ഗൈസ്. ഈ അപ്പുറത്ത് വേറെ ഒരുത്തൻ. അമ്മമാരെന്താ ഇങ്ങനെയൊക്കെ? ആ 2 പേർ നമ്മൾ കേൾക്കും ഗൈസ്. ഗൈസ് അടിക്കാൻ പറ്റുന്നില്ല. അകത്തറിയില്ല ഗൈസ്. അവൻ്റെ അയ്യോ Takedown spree. ബാഗോ. നമ്മൾ കണ്ടം പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അവിടെ 2-3 ഇടി അടിക്കുന്നുണ്ട്. ശരി അടി അടിക്കുന്നുണ്ട് ഗൈസ്. 2 പേരും കൂടി ഉള്ളല്ലോ. ഇനി നമ്മൾ പോയി അടിക്കും ഗൈസ്. അടിച്ചാക്കൊള്ളല്ലേ. കുറച്ച് നേരമൊക്കെ നിന്നിട്ട് നോക്കാം. കേർച്ചിന് അടിക്കാം. സ്കോപ്പിൽ അടിക്കാം. അതാണ് നല്ലത് ഗൈസ്. നമ്മൾ കുറവനോടെ മുട്ടയൊക്കെ എറിയിക്കണം. ഷീൽഡ് വാട്ടേ മുട്ട ചാടി അടിക്കും ഗൈസ്. നമ്മളൊന്ന് കാണുന്നില്ലല്ലോ. ബോംബൊക്കെ എടുത്ത് ഇടക്കിടക്ക് വെക്കാൻ വേണ്ടി. അതെടുത്തങ്ങോട്ട് വെച്ച് പോയാലോ? അല്ലേ വേണ്ട ഗൈസ്. ഇവന് എവിടെ പോയി കിടക്കുകയാണ്? നമ്മളൊരു സാധനം കണ്ടിട്ടുണ്ട്. അത് ഒരു പ്രയോജനമൊന്നുമില്ല. നമ്മളെ പവറൊക്കെ നിർത്തി വെക്കാം. അവനെ കാണുന്നുണ്ട് ഗൈസ്. അവൻ മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മളെ തട്ടി ബൂയ അടിച്ചു ഗൈസ്. നമുക്കിനി അടുത്ത കളിയിൽ കാണാം ഗൈസ്. ഈ കളി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. ബൈ ബൈ ബൈ.